കാര്യം ചോദിക്കട്ടെ, സുഖമായിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെൻഷൻസ് എല്ലാം മാറ്റി വെക്കണം. ഏകദേശം ഈ സൈഡിലുള്ള എല്ലാ ഭാരങ്ങളും ഒന്ന് ഇറക്കി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങാൻ പറ്റും അല്ലേ? എന്നാ നിങ്ങളുടെ ടെൻഷൻസിന്റെ എല്ലാ ഭാരവും മാറ്റി വെക്കാനുള്ള ഒരു തന്ത്രവുമായിട്ട് നമ്മൾ എത്തിയിരിക്കുക. എന്താ തന്ത്രം? അതാണ് സ്റ്റാർ മാജിക്. വെൽക്കം all of you and now you are watching KLF Nirmal Star Magic. Welcome. അപ്പോ ഇന്നത്തെ എപ്പിസോഡിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് ജെല്ലായി. കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് മെജോറിറ്റി. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നമ്മുടെ സ്വന്തം ജാഫർക്കയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലേക്കും സ്വാഗതം ചെയ്യും. അപ്പൊ ജാഫർക്ക, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ജാഫർക്കയുടെ ഒരു പ്രത്യേകത വെച്ചാല് സാധാരണ ലീഡ് ചെയ്യണ കോമഡി ആർട്ടിസ്റ്റുകള് പെട്ടെന്ന് അവർക്ക് അങ്ങ് ചിരിക്കാനൊക്കെ തിരികെ പാടായിരിക്കും, ചെറുതായിട്ട്. അത് വേറെ ഒന്നുമല്ല, അവരത്രയ്ക്ക് ഹ്യൂമർ സെൻസ്. ജാഫർക്കൊക്കെ ചിരിക്കണ ചിരി കണ്ടു കഴിഞ്ഞാൽ നിഷ്കളങ്കമായി ഇങ്ങോട്ട് പൊട്ടിച്ചിരിക്കും. അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര. ഞാൻ ആ ഒരു കാര്യത്തിൽ കള്ളത്തരം കാണിക്കാറുണ്ട്. ഞാൻ ചാക്കോരണ്ടാമൻ എന്ന് പറയുന്നത് എന്റെ രണ്ടാമത്തെ പടം, മണിയുടെ പടമാണ്. ഭീമന്റെ ഉച്ചനുണ്ട്. ഞാൻ അതിനകത്ത് ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. മണിയുടെ കൂടെ ഉള്ള ആളായതുകൊണ്ട് എനിക്കൊരു ചെറിയ പ്രിഫറൻസും ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് ചേട്ടന്മാര് അന്ന് ഈ ടെമ്പോ ട്രാവലറിൽ മെയിൻ പടം ഇത് ഫ്ലക്സ് അതുപോലെ ഒരു സാധനം ഒട്ടിച്ചു വയ്ക്കും വണ്ടിയുടെ. അപ്പൊ എവിടുന്നോ എന്തോ കൂലിപ്പണി എന്തോ പണിയായിരുന്നു ഭാഗങ്ങള്. അതുങ്ങൾ ഈ തോർത്തല് ചെളിയും പറ്റിയിട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് ചാടിക്കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ഇതിലേക്ക് നോക്കി. മണി ഇവര് വന്ന് അതിശയത്തോടെ നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് ചെറിയ വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അത് വായിക്കുക ചാക്കോര മണ്ടെന്ന്. ചാക്കോര മണ്ടെന്ന് വായിച്ചു. അപ്പൊ കുഞ്ഞു സാധനമുള്ള ഞാൻ ചിരിക്കും, എനിക്ക് ചിരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ബിനീഷ് ബാസിനും ടീമിനും മുതൽക്കൂട്ടാണല്ലോ സംഭവം. അല്ല അത് അത്രയ്ക്ക് വിവരക്കുറവൊന്നുമില്ല കേട്ടോ. ചാറിയുടെ കേട്ടിട്ടുണ്ടോ? അതൊന്ന് നേരിട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവരെല്ലാരും നമ്മളെ പിള്ളേരാരും കേട്ടിട്ടില്ലേക്കാ. അതെ, അതിനു മുമ്പ് ഇക്കയുടെ സൗണ്ട് അടിമാലി പറയും. പടച്ചോനെ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് വെച്ചപ്പോ ഓറഞ്ച് 5 ഈരഞ്ച് 10 ഓറഞ്ചോ ഇത് എവിടെന്നായി ഓറഞ്ച് കഴിഞ്ഞ. അടിപൊളി. പിൻചേട്ട ഇനി ജാഫർ ഇടിക്കിനെ കാണിക്കും. ആരാ ഇപ്പൊ കാണിച്ചത്? ഇപ്പൊ ഞാനിപ്പോ തോമസ് തോപ്പിലൂടെയാണ് കാണിച്ചത്. ഇനി അപ്പൊ നേരെ തിരിച്ച് ബിൻചേട്ടൻ അങ്ങനെ ഇക്കാനെ ഇമിറ്റേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിക്ക് നമുക്ക് വേണ്ടിട്ട് ആരെ വെള്ളമില്ലാത്തടത്ത് നീന്തൽ പഠിക്കണ അവൻ എന്നെ കാണിക്കണേ. പിന്നെ അളിവര എന്ന് പറയാം, അളിവര എല്ലാത്തിലും അളിഞ്ഞു കയറി അങ്ങ് പോകുന്നത്. ശരിക്കും ആദ്യം തന്നെ രജനീകാന്ത് സർ അദ്ദേഹത്തിന്റെ ഒരു ഇമിറ്റേഷൻ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് ആ വന്ന ആ ഒരു കറക്കത്തിൽ തന്നെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അപ്പോഴെങ്ങനെ കാണിച്ചിരിക്കുന്നത്? കണ്ണ് പറ്റാണ്ടിരിക്കട്ടെ. ഞാൻ ഈ പറയുന്ന സ്റ്റാർ എന്നെ ഫറീസിന്റെ സൗണ്ടാണ്. ഞാൻ നാദിർഷേക്ക ഒക്കെ ഉള്ളൊരു ട്രിപ്പ് അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പം നാദിർഷേക്ക എന്നോട് പറഞ്ഞു, ഇവിടെ നീ ഇന്ന് മറ്റേ NF-ന്റെ സൗണ്ട് പറയണ്ട കേട്ടോ, തെറ്റിപ്പോയായിട്ടാണോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൈയടിക്കാത്തോ അത് ഏൽക്കുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ല. ഞാൻ പിറ്റേ ദിവസം ഞാൻ നാദിർഷേക്കയോട് ഞാൻ ചോദിക്കണം ഇതെന്നാ എൻ്റെ കുഴപ്പമുണ്ടോ മാറ്റിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഹരിശ്രീ ഓർജേട്ടൻ എന്നെ വിളിക്കുക, ഫോണിൽ വിളിച്ചു. അദ്ദേഹം അന്ന് അവിടെ അമേരിക്കയിൽ ലൈസൻസ് എടുക്കാനായിട്ട് ഈ NF ഫറീസിന്റെ മോള് സോഫിയുടെ വീട്ടില് അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവിടെ ഉണ്ട്. അപ്പം ആ കുട്ടി ഈ പ്രോഗ്രാം കാണാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ സ്വരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് പ്രയാസം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് നാശകടോ നീ പറയണ്ടെന്ന് പറഞ്ഞ. ക്ഷമിച്ചേക്കണേ രാജാവേ. എത്രത്തോളം കറക്റ്റ് ആയിട്ടായിരിക്കും ഇക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ചെയ്യണ്ടെന്ന്? കാരണം മോൾക്ക് വരെ അല്ലേ ആ ശബ്ദം കേൾക്കുമ്പോൾ അത്രയും ഡിറ്റോ ആയിട്ട് ഫീൽ ചെയ്യുന്നിട്ട് ആ കൊച്ച് പറഞ്ഞു ഈ ജാഫർ പിന്നെ പപ്പയുടെ സൗണ്ടൊക്കെ പറയും,
എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ അതെന്നെ പറയാഞ്ഞ് അതെന്നെ അവിടെ വെച്ച് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പം അങ്ങനെ വരും. ഞാൻ ഫോണിനകത്തൂടെ ആ കുട്ടിക്ക് ഈ സൗണ്ട് പറഞ്ഞു കൊടുത്തു. ഫോണിലൂടെ നമ്മൾ പറഞ്ഞു, സ്റ്റേജിൽ നമ്മൾ ചെയ്തു, ഇനി ടിവിയിലൂടെ നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെ ഒന്ന് ചെയ്ത് കാണിക്കോക്കാ. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ. അല്ലടാ, അതും ഷൂസ് ഇട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. എനിക്കറിയാൻ പിന്നെ നിന്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമലെറ്റുന്ന ഒരുവനെ ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിന്റെ മമ്മയോട്. ഓക്കെ ബെന്നി. ഇങ്ങനെ ആദ്യം വന്ന ആകാശദൂത് എന്ന് പറയണം. അപ്പൊ ആകാശദൂതായപ്പോൾ അദ്ദേഹത്തിന് അത്രയും കത്തിയില്ല. അന്നേരം പറഞ്ഞു, കേശവന്റെ വണ്ടി നിന്റെ മോന്റെ മേത്ത് എറിഞ്ഞു മുട്ടിച്ചതാ. കുട്ടി മരിച്ചില്ല, ആയുസിന്റെ ഒരു പേര്. ടീച്ചറെ കാണാമല്ലോ. എൻ്റെ മനസ്സിൽ മോഹം വളർന്നു. 10 മണിക്കൂർ എൻ്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാതി പണായിട്ടോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. കാണണം ടീച്ചറെ. ഓക്കെ തീർന്നില്ലല്ലേ? പിന്നെ ഞാനിത് തന്നു കഴിഞ്ഞാൽ മൈക്ക് വെക്കുവോ? എല്ലാം കേട്ട് ഇവിടെ ആകാശദൂതം കഴിച്ചിട്ട് പത്രവും കഴിഞ്ഞതിന് ശേഷം വന്നൊരു പടമുണ്ട്. എന്തിനുണ്ട് ഡാഡി നിന്റെ നെകളിപ്പ്? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട. ഒരിക്കലൊരു ആണിൻ്റെ കൈ കൊണ്ട് നിന്റെ മടിക്കുത്തഴിയും. അന്ന് നീ വരും ഈ പവിത്രന്റെ സമക്ഷത്ത്. അങ്ങനെ സ്ഥലവും 3 ഇട്ടാ കഞ്ഞി മേടിക്കണം. ഇനി വേറെ ആരെയും ചെയ്യാ? വേറെ പലരും ചെയ്യാലോ, ശരിയാവൂലെന്നല്ലോ. പല ആൾക്കാരും ചെയ്യാം, പക്ഷെ ശരിയായില്ല. അറിയില്ല, എനിക്കറിയാം. അത് കുഴപ്പമില്ല. ലക്ഷ്മി, ഇപ്പൊ അനീഷാണ് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ജാഫർക്കെ കാണുമ്പോഴേ പള്ളിക്കെട്ട് എന്നൊരു കാര്യം. അടുത്ത ഏതെങ്കിലും സ്റ്റേജിൽ കണ്ടാലും ഇക്കയുടെ ടോൺ NF വർഗീസിനെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കും. അതായത് അത് അത്രയ്ക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടമുണ്ട്. പള്ളിക്കെട്ട് പറഞ്ഞേട്ടാ, എന്റെ വീടിന്റെ പകുതി വശം പള്ളിക്കെട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പച്ചയ്ക്ക് പറഞ്ഞ സ്വരവും പള്ളിക്കെട്ട് ശബരി അയ്യപ്പന്റെ പാട്ടും പാടിയിട്ടാണ് എന്റെ വീടിന്റെ പകുതിയോളം ഞാൻ. അത് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചോദിക്കണേ. നമ്മളെ ഈ പള്ളിക്കെട്ടിന് ഞാൻ പാട്ട് പാടുമ്പോഴത്തേക്കും എനിക്ക് 2-3 നേരം സഹായം വേണം. എന്തിനായിരുന്നു സഹായം? അത് സഹായം കോറസ് പാടുന്നത്. നാദിർഷായിക്ക അവിടെ ട്രൂപ്പിൽ പോകുമ്പോഴത്തേക്കും മണിയാണ് ഞങ്ങളെ കാണും. ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ ഇവിടെയും ഈ സൈഡിൽ നിൽക്കുന്നത് ഇതിന്റെ കോറസ് പാടാൻ നാദിർഷായിക്കായും മണിയോ. അത് എന്നടാ അത് പിന്നെ എനിക്ക് സന്തോഷമല്ലേ. അവരിപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നവരാ, എത്ര മഹത്തായ ആൾക്കാരത്. ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരു നിനവേ വന്തോ ഇരുവിனை தீர்க்கும் യമനയും വെല്ലും തിരുവടിയെ കാണ വന്തോ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്ക് മെത്തേ സ്വാമിയേ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ശരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, അയ്യപ്പന്മാர்களுം കൂടിക്കൊണ്ട് അയ്യന നാടിൽ ചെന്നിടുവാൻ, ശബരിമലയ്ക്ക് ചെന്നിടുവാൻ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. கார்த்திகை மாதம் மாலையணிந்து நேர்த்தியாகவே விரதமிருந்து பார்த்த சாரதில் மைந்தனை உன்னை பார்க்க வேண்டிய தவமிருந்து, பார்த்த சாரதில் மைந்தனை உன்னை பார்க்க வேண்டிய
பெட்டைதுள்ளி அருமை நண்பனாம் மாவர தொழுது ஐயனது அருமலை ஏறிடுவாள் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. அழுதை ஏற்றம் ஏறும் போது அரிகரன் மகனை துதிச்சு சொல்வார் வழிகாட்டிடவை வந்திடுவான் ஐயன் மண்புலி ஏறி வந்திடுவான். கரிமலையேற்றம் கடினம் கடினம் கருணை கடலும் துணை வருவான். கரிமலை இறக்கம் வந்தவுடனே பெருநதி பம்பையை கண்டிடுவான். சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. கங்கை நதி போல் புண்ணிய நதியாம் பம்பையில் நீராடி சங்கரன் மகனை கும்பிடுவோ சங்கரவென்றில் ஏறிடுவோம். நீலிமலை ஏற்றோ சிவபாலனமேற்றிடுவார். ஆலமெல்லாம் நமக்கே அருள் காவலனாயிருப்பார். தேகபலம்தா பாதபலம்தா தேகபலம்தா பாதபலம்தா தேகபலம்தான் என்றால் அவரும் தேகத்தை தந்திடுவான். பாதபலம்தான் என்றால் அவரும் பாதையை காட்டிடுவான். நல்ல பாதையை காட்டிடுவான். சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. சபரி பீடமை வந்திடுவான். சபரி அன்னையை பணிந்திடுவான். சரங்குத்தியாலும் கன்னிமார்களும் சரத்தினை போட்டு நடந்திடுவான். சபரி மலையில் என்ற நெருங்கிடுவான். 18 படி மீது ஏறிடுவான். எது என்றும் அவனை சரணடைவான். மணிமுகம் கண்டை வணங்கிடுவான். ஐயன ஸ்துதிக்கையிலே கண்ணையே மறந்திடுவான். பள்ளிக்கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்த சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம். பள்ளிக்கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்த சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா. சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா சரணம் சரணம் ஐயப்பா. சுவாமி சரணம் ஐயப்பா சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா. சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா. சரணம் ஐயப்பா ஐயனே ஐயப்போ ഇത് ഞങ്ങൾ പാടിക്കാതെ വിട്ടാൽ ഞങ്ങൾക്ക് തീരാ നഷ്ടം. ഞാനത് വന്ന ഉടനെ പറഞ്ഞതാ, എനിക്കത് കേൾക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ പാട്ട് പാടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പ്രയാസം കൂടെ ഒരുട്ടുണ്ട് എനിക്ക്. അജയ് ഞാൻ ഒത്തിരി കാശ് ഇതുകൊണ്ട് ഉണ്ടാക്കിയതാ. എനിക്ക് ഒത്തിരി നമുക്ക് പക്ഷേ പ്രയാസമല്ലല്ലോ, ഭയങ്കര ഒരു സന്തോഷം. നെയ്ബറല്ല അയ്യപ്പൻ. ആ അങ്ങനെ ഓ എന്തായാലും ശരിക്കും മതസൗഹാർദ്ദം എന്നും കൂടെ പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജാഫ്രിക്കയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടിത്തന്നത്, അതും ഒരു അയ്യപ്പ ഗാനം. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇപ്പൊ ശബരിമലയ്ക്കൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയ പോലെയായിരുന്നു പിന്നെ വേറെ കാര്യം പറയട്ടെ. ഈ പാട്ട് ഒരുപാട് ഗാനമേളയിൽ നമ്മൾ പാട്ട് പാടി. ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ പാടുന്നു അല്ലേ?
പള്ളിക്കെട്ട് ചാക്കോ ചേട്ടൻ. വയസ്സിലെ ചാക്കോ ചേട്ടനാണ് ആ. മനോഹരമായിട്ട് പാടുന്നത്. ആ. അത് കേട്ട് കണ്ടും പഠിച്ച നാസർ നെല്ലിമറ്റം. അതെ 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 അതെ. അയാളുടെ അടുത്ത് ഞാൻ പാടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഇല്ല, മോളെ. ഇല്ല. അപ്പം അന്ന് ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ഇത് സോഷ്യൽ മീഡിയ വരണ്ട. അപ്പൊ ആ കാലത്ത് ഞാൻ വന്നു. അത് ഭാഗ്യല്ലേ? പിന്നെ ഉണ്ടെങ്കിലും പക്ഷെ ഇതൊക്കെ അവരാണ് വലുതാക്കിയത് കേട്ടാ. എന്തായാലും ഇക്ക ഇനിയും ഏത് വേദിയിലും ഈ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാൻ മടിക്കരുത്. അതെ, എത്ര വേദി കുറെ പാടിയത്. പക്ഷെ ഞങ്ങളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് എത്ര കേട്ടാലും ഇക്കടെ ഈ പാട്ട് മതിയാവില്ല. അതുകൊണ്ടാ പറയണേ, ഇനി ഒരിക്കലും പിന്നോട്ട് നിൽക്കരുത്. ഇനിയും ഈ പാട്ട് കുഴപ്പമൊന്നുമില്ല. പാടണം. കൈഡി കൊടുക്കണം. ഈ ചേട്ടന്റെ ശബ്ദവും ഇതും അതെ, എവിടെ ചെന്നാലും പറഞ്ഞു ഒരു ഇതില്ല. നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. ഞാൻ ഒരു പാട്ടിന്റെ ഒരു പല്ലവി അനുപല്ലവി പാടും. നമ്മൾ പല്ലവി പാടണം. പല്ലവി നമ്മൾ കണ്ടു. കണ്ടൊന്നും പിടിക്കാനൊന്നുമില്ല. സിംപ്ലാ, അപ്പൊ ഒരു ചെറുത് സിമ്പിൾ. ഓക്കെ. നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ ജീവനായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹനായക ശ്രീയേശുനായക എല്ലാ മതക്കാരുടെയും പാട്ട് പാടി. അതെ. മോളെ ഇന്നത്തെ കാലത്ത് ഇത് വേണം മോളെ. കാരണം വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നവർ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മതത്തിനെയോ ഒരു രാഷ്ട്രീയത്തിനെയോ ഒന്നും അതീതമാകാതെ എല്ലാ മതങ്ങൾക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒക്കെ അത് വെച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓത്തുപള്ളി പാടി, പിന്നെ ഇപ്പൊ സത്യനാരായണ ഇച്ചിരി ഇട്ടു, പിന്നെ ഇപ്പം പള്ളിക്കെട്ട് ഇട്ടു. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ചല്ല വന്നേ. ഇത് രണ്ടും ഒന്നിച്ച് വന്നപ്പോഴത്തേനും ഒരു മുസ്ലിം ഗാനത്തിന്റെ 4 ലൈനും കൂടെ പാട്ട് ഇതിന്റെ ഒന്നിച്ച് അല്ലല്ലേ. ആനേ മദന പൂക്കനിത്തേനാളേ ആനേ മദന പൂക്കനിത്തേനാളേ ആനേ മദന പൂക്കനിത്തേനാളേ ആടങ്കൽ വഴിവറ്റ ഏനയും നാളെ ആനേ മദന പൂക്കനിത്തേനാളേ സൂറൂറാൽ മുഖം പൊത്തി മണത്തന്നേരം ൂറ്റി ചിരുപേരും കടന്നേരം ആനേ മദനപ്പു കാനിത്തേനാളേ. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഇൻട്രോ അതിഗംഭീരമായി എന്ന് വേണം പറയാനായിട്ട്. അതായത് എല്ലാ എന്താ പറയുക ഡിവോഷണൽ ആയിട്ടുള്ള പാട്ടുകളും അത് എല്ലാ റിലീജിയനിലുള്ള പാട്ടുകളും പാടി എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഇനി ഞങ്ങൾ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കാണ് എല്ലാവരെയും ചിരിപ്പിക്കാന്നുള്ളത്. അപ്പോൾ ഇക്കാരുടെ നേതൃത്വത്തില് അപ്പോൾ എന്തായാലും ജാഫ്രിക്ക നമ്മുടെ കൂടെ ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിലും. ഒരു വലിയ കൈഡിയോടുകൂടി ജാഫ്രിക്കയെ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് പ്ലീസ്. ശരി, സ്റ്റാർ
മാജിക്കിൽ ഇനി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരിൽ തന്നെ ഉണ്ട് ഈ ഗെയിം എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന്. പേര് പറയട്ടെ. Moving on to the game, and that is കടവിഴിയിൽ കമലദളം. ശരിക്കും എന്റെ ഓരോ പേരുകൾ കേട്ടിട്ട് ജാഫർക്ക് ഇങ്ങനെ അഭിമാനം വന്നിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പലരോട് സംശയം ചോദിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ പേര് ഈ കുട്ടി തന്നെയാണോ ഇടണേ? അല്ലേ? അതല്ലേ ചോദിച്ചേ? സത്യമായിട്ട് ഞാൻ തന്നെ ഇടണേ. ഈ കുട്ടി ഇങ്ങനെയാണോ എന്നല്ല കേണേ, ഈ കുട്ടി എന്താ ഇങ്ങനെയായി പോയെന്ന്. അപ്പോ എന്നാലും ഞാൻ എങ്ങനെയാണ് വളച്ചൊടിച്ച് ഈ ഒരു പേരിടണേന്നുള്ളതാണ് കഥ. അതായത് കമലദളം എന്ന് പറയുന്ന സിനിമ ഡിനോട്ട് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് നൃത്തമല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമും നൃത്തത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ദിനേശ് ബാസ്റ്റൻ ഷൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കോമ്പറ്റീറ്റർ ആയിട്ട് ഈ ടീമിൽ അനീഷ് ഏട്ടൻ ഉണ്ട് എന്നുള്ളൊരു താക്കീത്. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറാൻ പറ്റുന്ന ഒരു സംഭവം. 5 വർഷമായിട്ട് ഇത്രയും പേരുകൾ സ്വന്തമായി ഇട്ട ഒരു വ്യക്തി ലോകത്ത് തന്നെ ഇല്ല എന്ന് വേണേ പറയാം. എന്നെ പറ്റി പറഞ്ഞത് ഒന്ന് കൈയടിക്കൂ പ്ലീസ്. എത്ര പേര് നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. ഗിന്നസ് റെക്കോർഡിന്റെ അടിയിൽ ഗിന്നസ് കിട്ടാറായി പറയുമ്പോ ഒരു അമ്മാവന്റെ സ്ഥാനത്തൊക്കെ വന്ന് കേറുക. പേരിടുന്ന രക്തത്തിൽ ഒരു ബന്ധമില്ല കേട്ടോ ഞങ്ങള് തമ്മില്. കൊള്ളത്തരം. അല്ല, എനിക്കൊരു കാര്യം പറയണ്ട്. അത് മാത്രമല്ല, 5 വർഷം കൊണ്ട് ബിനു അടിമാലി ഇത് തന്നെ പറയുന്നുണ്ട്. അടിമാലിക്കും ഒരു റെക്കോർഡുണ്ട്. എനിക്ക് വേണം. നിനക്കെങ്കിലും തോന്നിയില്ലോടാ? അത് നിനക്ക് തോന്നിയല്ലോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നിയത് അല്ലേ? അതായത് വേൾഡ് പൊക്കിപ്പറയൽ റെക്കോർഡാണ് നിങ്ങൾക്കുള്ളത്. ഞാനിത് പൊക്കി പറഞ്ഞ തങ്കച്ചൻ അങ്ങോട്ട് നടന്നു വന്നില്ലേ ഇപ്പൊ? അപ്പൊ അങ്ങാടിയില് ജയൻ സിമന്റ് സിമന്റിയാക്കല്ല, കുനിഞ്ഞാ കുനിഞ്ഞേ ഒരു ചാക്ക സവാള ഞാൻ അരിഞ്ഞു തള്ളു കല്യാണത്തിന്. അപ്പളേ ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ടീമിൽ നിന്ന് 1, 2, 3, 4, 5 പേര്. 6ാമത്തെ ആളെയും നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പൊ വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ 6 എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മേലൊരു ഷീൽഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആള് ലൈക്ക് ചാടി ബലൂൺ യൂസ് ചെയ്ത് നമ്മൾ ചാടി സ്ട്രേറ്റ് പോവാം. സ്ട്രേറ്റ് പോയിട്ട് ഈ വൈറ്റ് കോട്ടാണ് അവരുടെ ലക്ഷ്യം. ആദ്യത്തെ ആള് വരുന്നു, ഈ വൈറ്റ് കോട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്നാവുമ്പോ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയിട്ട് അത് ചവിട്ടിപ്പൊട്ടിക്കണം. അപ്പം അതിനുശേഷം അതായത് നിങ്ങളുടെ 6ാമൻ വന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു റോപ്പ് ഇട്ടിട്ട് നിങ്ങളെ അങ്ങോട്ട് കിട്ടും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാലൻസ് ചെയ്ത് നിങ്ങൾ വരേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് അതാണ് നിങ്ങളുടെ കോട്ട്. നിങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. അപ്പൊ ഇവരുടെ കോട്ട് ലൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? കറക്റ്റ് നിങ്ങൾ വന്നതിന് ശേഷം ആ കോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കോട്ടിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡാൻസ് ചെയ്യണം. മ്യൂസിക് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് വൺസ് ബസർ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ 6ാമത്തെ പാർട്ട്ണർ കറക്റ്റ് നിങ്ങൾ ഈ കിളികളെയൊക്കെ കൂട്ടിലടച്ചു വെക്കണ പോലെ കറക്റ്റ് ഒരു അടപ്പ് വെച്ച് നിങ്ങളെ മൂടും. ഓക്കെ, അതാണ് ടാസ്ക്. അതാണ് നിങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ്. ആരാണോ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന അവരായിരിക്കും ജയിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കടമിഴിയിൽ കമലദളം. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എടാ തങ്കത്തെ നാണാവൂലടാ നിനക്ക്. ഇത് എങ്ങനെയാ വിദൂരെ ചെന്നിറങ്ങണേ? അടി കണ്ട ഞങ്ങളുടെ കൊച്ചു പടക്കുതിര വന്നാരി വന്നാടാ. ജാൻസി റാണിക്കല്ല് വളവിൽ നിന്ന് തിരിഞ്ഞു വന്നാരി വന്നാണ്ടാ. അയ്യോ, ബിനീഷ് ബാഷിന്റെ അയ്യോ അയ്യോ ഓടി വായോ. അനീഷ് ഭായിയുടെ ബ്രില്യൻ ബുദ്ധിപരമായതാ. മാറിക്ക ചേർന്ന് നിൽക്ക്. അങ്ങനെ വാ. വെരി ഗുഡ്. കളം. ഓക്കെ, ഓപ്പോസിറ്റ് ടീം. നേരെ പോ. ഹലോ,
നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ. ആ ഇനി ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. നേരെ പോട്ടെ നേരെ പോട്ടെ. കളത്തിൽ ചേർന്ന് ഡാൻസ് കളിക്ക്. കളത്തിൽ പാടാ, നിന്നെ കളത്തിൽ വരുത്തും. എന്റെ കാരണന്മാരാണ് സത്യം. ഇങ്ങനെയൊക്കെ കളത്തിൽ കിടന്ന് കളിക്ക. കളത്തില് പഞ്ചായത്തിൽ നിന്ന് ഇട്ട കക്കൂസ് പോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ കടമിഴിയിൽ കമലതളം എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എന്തർത്ഥത്തിലാണ് ഞാൻ ഈ പേരിട്ടെന്ന് ഞാനിപ്പോ എന്നോട് തന്നെ ചോദിച്ചോണ്ടിരിക്കും. അല്ല ഡാൻസിന്റെ മോഹൻലാല് ആ കറക്റ്റ്. അവരിപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഡാൻസ് ചെയ്ത് 4 ചുവരുകൾക്കുള്ളിൽ മാത്രം അവര് മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കല അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ഇതിനകത്ത് മാർക്കിടാൻ പറ്റില്ല. എന്ത് പറ്റി? അയച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കറക്റ്റായിരുന്നു. മൂടി വെച്ചേക്കുമ്പോ അതിന് ഇച്ചിരി വൃത്തിയുണ്ട്, ഇച്ചിരി വൃത്തിയോട് പോയി. അടിപൊളി. നമുക്ക് പിടിക്കാം. പിടിക്കാം. നമുക്ക് ഇടുക്കിയിലിട്ട് പിടിക്കാം. സ്നാപയോഹനന്റെ ഫിഗർ ഇട്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ശപിച്ചെങ്കിൽ. 20 സെക്കൻഡില് ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് നോബി ചേട്ടന്റെ ടീമാണ്. ജയിച്ചിട്ടുള്ളത് നോബി മാർക്കോസ് ആൻഡ് ടീം. ഓക്കെ, അപ്പൊ ഇനിയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരാൻ പോകുന്നത്. ജയിച്ച ടീമും തോറ്റ ടീമും ഒരുമിച്ച് ഒരു സൗഹൃദ സംഭാഷണം എന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് പാട്ടിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് കളിക്കാം കേട്ടോ. അടിപൊളി. ഓക്കെ, മ്യൂസിക് പ്ലീസ്.
തന്നില്ല അത്. ആ, അതെ വേറെ സംഭവം അളിയാ അഴിക്കല്ലേ നിക്കറിട്ടില്ലെന്ന്. പുള്ളി ഈ മുണ്ട ഞാൻ അഴിച്ചെടുത്തെങ്കിൽ ഞാൻ അവളുടെ രാവിലെ സീമ ചേച്ചി നിൽക്കണ ഇവിടെ നിൽക്കും. അല്ല നീ കണ്ടല്ലോ അവൻ അയച്ചായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കായിരുന്നു. ഓക്കെ, എപ്പിസോഡിന്റെ റേറ്റിംഗ് കിട്ടുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു പോട്ടെ. അപ്പൊ എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇതും ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തത്. സത്യം പറഞ്ഞാലേ നമ്മൾ ടാസ്ക് ആയിട്ട് പ്രിപ്പയർഡ് അല്ലാണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്യുന്ന സംഗതികളാണ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് വരണേ കേട്ടോ. അത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ജെം ഓഫ് ടാലൻസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ്. ലൈവായിട്ട് എന്ത് കൊടുത്താലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നില്ല. എത്രത്തോളം ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാം എന്നുള്ള ഒരു ടാലന്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർ മാജിക്കിന്റെ ഒരു ഹൈലൈറ്റ്. ഇത് ചെയ്യാതെ ഇറങ്ങിയ ഡയറക്ടർ തലയിൽ ചരുവം വെച്ചടിച്ചത് കളിയടാ ജോലിയും ചെയ്യാതെ വന്നു. അടിപൊളി പെർഫോമൻസ് ആൻഡ് എസ്പെഷ്യലി ഇവർക്ക് രണ്ടുപേർക്കും കേട്ടോ ഈ ഒരു പ്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ പോലെ, എസ്പെഷ്യലി നിങ്ങളുടെ ടീം മെമ്പേഴ്സും അടിപൊളി. ആക്ച്വലി ജാഫർക്കിക്ക് ഇങ്ങനെ ഹരം കയറി വരെയായിരുന്നു സത്യം നല്ല രസമായിരുന്നു. അടിപൊളി. അല്ല സാർ, ഇതൊരു ടാസ്ക് ആയിട്ടല്ല, ഇതൊരു മത്സരമായിട്ടും കൂട്ടരുത്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്ത നല്ലൊരു പരിപാടി. എല്ലാവരും ഇപ്പോഴും കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ആര് കിതച്ചു? പറയട്ടെ, വേണ്ട. ഇപ്പൊ പൾസ് പിടിച്ച് നോക്കി കഴിഞ്ഞാണ്ടല്ലോ മരണക്കിണറിൽ ബൈക്ക് ഓടണം ഒച്ച കേൾക്കാം. അതെ അതെ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. കൃത്രിമ ശ്വാസം വല്ല കിട്ടുമോ? ഒരു കൃത്രിമ ശ്വാസം എനിക്ക് ശ്വാസമില്ല. ആകപ്പാടെ അന്നയുടെ കയ്യിൽ കുറച്ച് ശ്വാസമേ ഉള്ളൂ. നീ അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. എനിക്ക് ചാകാനല്ല, ജീവിക്കാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ചാട്ട് എത്തിയിട്ടുണ്ട്. മുഖസ്തുതിയാന്ന് വിചാരിക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു രണ്ട് ടീമും തമ്മില്. ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് നിൽക്കവേ നല്ല ഫ്രഷ് ഗോൾഡൻ ചാട്ട പുതിയതാ. റെഡി? പന്തളം കൊണ്ട് 1 2 അയ്യോ, ബിൻചേട്ടൻ. ആ പയ്യാത്ത മനുഷ്യന്റെ കാല് വയ്യാത്ത അയ്യോ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ ഞാൻ വിശേഷം അറിഞ്ഞ പെണ്ണാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. പുതിയ ചാട്ടയുടെ എന്നെ അവള് കൂട്ടിക്കൊണ്ടുപോകാൻ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ, കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല. പലഹാരമൊക്കെ മേടിക്കാൻ തിന്നുക. അത് എത്ര മാസമായി? അളിയന്റെ ഒരു 2 മാസം ബാക്കിലേക്കാണ്. ഞാൻ ഒരുപാട് നാളായി ബിൻചേട്ടനെ തല്ലിയിട്ട്. ഒരുപാട് നാളായി ഒന്ന് അടിക്കണമെന്ന് ഓർത്തിട്ട് കൊച്ചിന് ഇപ്പോഴും ഒരു അവസരം കിട്ടിയത്. ആ തല്ലുകൂടെ ചേർത്ത് കൊടുക്കാം. തിരിഞ്ഞു നെഞ്ചു പിരിച്ചു കൊടുക്കടാ മസാല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കണം ഇവിടെ നെഞ്ചടിച്ച് പൊളിച്ചു കളയും. അതെ, ആ നല്ല ഒരെണ്ണം കൊടുക്കണേ. ലേബർ റൂമിൽ പോകാതെ തന്നെ ഇവിടെ കാര്യം നടക്കണം. 4-ാം മാസത്തിൽ പ്രസവിച്ചു എന്ന് പറയരുത്. നല്ല കിട്ടി. 1 2 3. ബെല്ലെ തന്നെ നീ അടിക്കണേ. മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയ ചാട്ടയാണ്. മഞ്ഞൾ വെള്ളത്തിൽ. കണ്ണി ചോരയില്ലാത്ത പെണ്ണ്. എന്റെ ബാക്കിലടി വേറെ ആരും കാണണ്ട. വയസ്സിന് മൂത്ത ആൾ അടിക്കാൻ പോവാണ് അനീഷേട്ടൻ. വയസ്സിനെ മൂത്തോ എന്നുവെച്ചാൽ വയസ്സിനേക്കാളും മൂത്തോ? 1 2 അതെന്ത് കോമഡി കളിയാ. 3. ദൂരദർശൻ കേന്ദ്രം ഗ്രെയിൻസ് ആയി പോയി. ഒരു പൊട്ടലും ചീട്ടിലും ഒരു ഷർട്ടിന്റെ തുണിയും ഒക്കെ ആയിട്ട് ഇനി ആർക്കാ ഇതിൽ സംശയമുള്ള ആർക്കാണ് ഇനി? കൊണ്ടാണടാ മധുരൈ ശൃംഗാരവേലൻ. സംശയമല്ല, സംശയം. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇഞ്ചി മുട്ടായി വെക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു മധുരമായിട്ടുള്ള ഒരു അതേടാ, ബിരിയാണി കഴിച്ചതിന് ശേഷം കൈതച്ചക്കയുടെ ഒരു കഷ്ണം തിന്നെ നല്ലതാ. നോക്ക് സംശയം വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, പയ്യ അടിക്കുള്ളൂ. അല്ല അത് എന്നാ കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ പട്ടി അടിക്കുമ്പോൾ എന്നെ അടിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം കൊടുക്കാനുള്ള ഒരു അവസരം. ഞാൻ നോക്കുമ്പോ ആ കൊച്ചു നമ്മുടെ നടി കൃഷ്ണപ്രഭ ഷുഗർ പിടിച്ചോണ്ടിരിക്കുന്നു. അവിടെ ക്ഷീണിച്ചിരിക്കുക, അതുകൊണ്ട് അടിക്കുന്നെന്ന് പറഞ്ഞാ. ഇവിടെ അടിക്കുമ്പോ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി 5ന്റെ കട്ടി മുടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഒരു സാധനം അങ്ങോട്ട് ഓഡിയൻസിലോട്ട് വരും, പിടിച്ചോണം. അടിക്കണേ തങ്കുക്കുട്ട. ഇല്ല ഇല്ല മോളെ, കണ്ണടച്ചോ. 1 എല്ലാവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ. 3 ഗോ.
കൊന്നെ മോളെ. ആ ശരി, എല്ലാരും ഇന്ന് നഖം വെട്ടിക്കൊണ്ട് അടി കടിച്ച് അരക്കിലോ ഇറച്ചി എടുത്തോണ്ട് പോയി. ഇനി പോയി പൊക്കളിൽ 14 ഇഞ്ചക്ഷൻ എടുക്കണം. എന്നെ കടിച്ച്. ഇപ്പൊ നിനക്ക് ചായ മാത്രം പോരെ, കടി വേണ്ടല്ലോ. കടി കിട്ടിയില്ല. കടി കിട്ടി, ഇനി അവന് ചായ മതി. കൊറേ കുറെ കൊറേ നാളായി ഇത് നോക്കിയിരിക്കുക. കുറെ നാളായി ജയ ജയ ജയഹേലെ ഭാര്യ ഭർത്താവിനെ ഇടിക്കും പോലെ ഇടിക്കുന്നു. ഞാൻ പകരം വീട്ടിൽ നിന്ന്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇത് എന്റെ ജീവിതത്തിലെ ഭാര്യയാണ്. ഞാൻ പുള്ളിക്കാരുടെ ജീവിതത്തിലെ ഭർത്താവാണ്. അഭിനയത്തിലെ ഭാര്യ. നമ്മളൊരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവിടെ, 11 മാസത്തിലുള്ള. ആ കുട്ടി ഇവിടെ കണ്ടിട്ടില്ല. ഈ ഒരു കാര്യം കാണാൻ ആ കുട്ടി ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. കുട്ടി ധ്വനി നോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ എന്നെ അടിച്ചാല് ധ്വനിനെ കൊണ്ട് വാവ എവിടെ ഉണ്ട്? അടുപ്പിക്കും, ഉറപ്പാണ്. അല്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് വിജയിക്കണോ? അല്ലല്ല, ഇത് ഫ്ലവേഴ്സിന്റെ ഈ പ്രോഗ്രാം വന്നാൽ ഇവിടെ അടിക്കണം. ഇവരെ CCTV ചെക്ക് ചെയ്യണം. ധ്വനി ഓഹോ. ധ്വനി ധ്വനി അച്ഛനെ അടിക്കാൻ പോണ അമ്മേനെ. കൊച്ചു പറഞ്ഞേതാ, എന്നും അമ്മ അച്ഛനെ അല്ലേ അടിക്കണേ, ഇന്ന് ഞാൻ അച്ഛൻ അമ്മേനെ അടിക്കണമെന്ന് കാണട്ടെ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ധ്വനി ഏയ്, അടി കൊണ്ടതാണ്. അടികൊണ്ട് 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 കൊണ്ടില്ലേ? അവൻ അങ്ങനെ വിളിച്ചടി. ഇനി എന്നെ തല്ലേ. കണ്ട 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 അവരടിച്ചിട്ട് കണ്ട ചെയ്ത കണ്ട. നീ ഞാനേ ഉള്ളൂ. ഈ കാളെ ഞാനാണോ തള്ളണ്ടേ? ദയവ് ചെയ്ത് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞേക്കല്ലേ. അപേക്ഷ. പ്രേക്ഷകരുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞോളൂ. ഈ അടി കൊണ്ട് അവൻ നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ. നന്നാവാൻ വേണ്ടി പാല് കുടിക്കുന്നുണ്ട്. ഈ ഹാസ്യം കേട്ട് നിൽക്കാനുള്ള ആപത്ത് എനിക്കില്ല. ശുദ്ധ മലയാളത്തിൽ പാട്ട് കേൾക്കണോ? ചുത്തോ? വേണ്ട 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 വേണ്ട. ഓഡിയൻസ് ചുത്ത മലയാളം എന്നടാ. പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കൊന്ന് കൈയടിച്ചേ. അടിമടിക്കും കൈയടിക്കുന്നോടാ. തിരിഞ്ഞു നിക്ക്. പാട്ട് ആ സെഗ്മെന്റ് അല്ല, ഇത് അടിയുടെ സെഗ്മെന്റ് ആണ്. പാട്ട് ഉല്ലാസ പാട്ട് കേട്ട് കഴിയുമ്പോ കുറച്ചുകൂടെ വീര്യം കൂടും അടിക്കാൻ. വേണ്ട, അത് കേൾക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. ഞാൻ പാടും. അല്ല അതെ, അടി വാങ്ങുന്നാണെങ്കിലും എതിരെ നിൽക്കുന്ന ഒരാളുടെ കാര്യം നമ്മള് അല്ലേ കണക്കിലെടുക്കട്ടെ. അല്ല, ഒരു പാട്ട് പാടട്ടെ. ശരി, കൊല്ലാൻ പോണെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുക്കും. അതെ അതെ. ഞാൻ ഇതുവരെയും പാടിയതെല്ലാം മലയാളം പാട്ടുകളാ. DJ ആണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. ഹലോ, കൂടുതൽ ഷോ കാണിക്കണ്ട. എന്റെ ഒറ്റ സ്വാധീനത്തിലാണ് ഇപ്പൊ നിനക്ക് പാടാൻ അവസരം കിട്ടിയത്. എന്നിട്ട് അവിടെ ഷോ കാണിക്കുന്ന പഠിക്കോ തടിക്കോ. DJ ആണ് എല്ലാവർക്കും ഇഷ്ടം. DJ ഫ്ലോറിലെല്ലാം പോകാറുണ്ട്. എനിക്ക് ആ ലൈറ്റൊക്കെ ഒന്ന് DJ സ്റ്റൈൽ ഇട്ട് തന്നാൽ വളരെ ഉപകാരം. എടാ, ഇത് ടെലികാസ്റ്റ് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. എന്തിനാണ് ഈ ലൈറ്റ് ഒക്കെ ഇടുന്നത്? Hi everybody, team from Cochin, singing DJ Vanity. Come on! Dance ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീമേ, നമ്മുടെ കൂടെ ആടു ടീമേ, നമ്മുടെ കൂടെ പാടു ടീം, നമ്മുടെ കൂടെ ആടു ടീമേ, നമ്മുടെ കൂടെ പാടു ടീമേ, നമ്മുടെ കൂടെ ടു ടീമേ, നമ്മുടെ കൂടെ പാടു ടീമേ. പോളി 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 പോളിയേ പള്ളിപ്പൊളി. Come on! ഡാൻസ് ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീമേ, നമ്മുടെ കൂടെ ആടു ടീമേ, നമ്മുടെ കൂടെ പാടു ടീമേ, നമ്മുടെ കൂടെ ആടു ടീം, നമ്മുടെ കൂടെ പാടു ടീമേ. ചീര 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 മുള്ളൻചീര. Come on! ഡാൻസ് ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീമേ, നമ്മുടെ ടീമേ ഡാൻസ് ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീം, നമ്മുടെ ടീമേ ഡാൻസ് ആടു. പത്തിരി 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 പത്തിരിയേ മെഴുകുതിരി. Come on! മെഴുകുതിരി. നമ്മുടെ പ്രോഗ്രാം കിടിലം പ്രോഗ്രാം, നമ്മുടെ വൈബ് കിടിലം വൈബ്, നമ്മുടെ പ്രോഗ്രാം കിടിലം പ്രോഗ്രാം, നമ്മുടെ വൈബ് കിടിലം വൈബ്. ഡാൻസ് ആടു നമ്മുടെ ടീമേ, ഡാൻസ് ആടു നമ്മുടെ ടീം, ഡാൻസ് ആടു നമ്മുടെ ടീമേ, ടീമേ 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 ടീമേ. അരി 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 പച്ചരി വച്ചരി 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 കുത്തരി 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 ചാക്കരി 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 വെന്തടി കാർത്തിയാനി. Come on!
നമ്മുടെ ടീമേ ഡാൻസ് ആടൂ നമ്മുടെ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ നമ്മുടെ കൂടെ പാടൂ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ 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 ആടൂ ടീമേ പോളി 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 പന്നിപ്പൊളി കമാൺ തല്ലിപ്പൊളി 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 ഡാൻസ് ആടൂ നമ്മുടെ ടീമേ ഡാൻസ് ആടൂ നമ്മുടെ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ നമ്മുടെ കൂടെ പാടൂ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീമേ നമ്മുടെ കൂടെ ആടൂ ടീം തല്ലിപ്പൊളി ജാഫറൊക്കെ വന്നപ്പോ മുതൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നതാണ്. ലൈക് ടീമിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ ദിവസം തന്നെ ഇക്ക വന്ന ദിവസം തന്നെ കിടിലനായിട്ട് പാടി. അതെ അതെ അതിനൊരു കൈയടി കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട്. ഞാനേ ഞാൻ ഭാഷനെ ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച മനസ്സിലായാലും തോന്നുന്നു. ഭയങ്കര രസമായിപ്പാട്ട് എന്ത് പാട്ടാ. അപ്പൊ ഞാനൊക്കെ ഇവിടെ പാടിയിട്ട് ഈ വൈറലായി എന്നൊക്കെ പറയണ്ട. ഇത് ബാസ് കുറെ പാട്ട് പാടാൻ പാടില്ല. വിളിച്ചു പാട്ട്. അതുമല്ല ഇതും കൂടെ പറയാം, ഈ എപ്പിസോഡിലെ ഈ ഒരു സോങ് ഒരു ട്രെൻഡ് സെറ്റർ ആയിരിക്കും. ടീം പാടുന്ന എല്ലാ പാട്ടുകളും വൈറലാണെങ്കിലും ഇത് ശരിക്കും ഈ അടുത്ത കാലത്തിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എവിടെയും ഒന്നും അടിപൊളി. അതുകൊണ്ട് തന്നെ ഇക്ക ഇവിടെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടും ജാഫ്രിക്കയുടെ വക ഒരു ഗിഫ്റ്റ് ഇനി നമ്മുടെ ടീമിനുണ്ട്. തല്ലിപ്പൊളി പാട്ട് സൂപ്പർ എന്ന് പറയുന്നത് അല്ലേ? അടിപൊളി. ഇതുവരെ പാട്ട് ഏറ്റവും നല്ല പാട്ട്. സൂപ്പർ സൂപ്പർ. എല്ലാരും അംഗീകരിക്കല്ലേ? അല്ല അതെ എന്റെ വേറെ സീരിയസ് പറഞ്ഞല്ലോ. അതെ അതെ ആണക്കാ നിങ്ങൾ കളിയൊക്കെ പറയണ അല്ലല്ല. അവൻ നന്നായിട്ട് ഇന്നാണ് ഒരു പാട്ട് പാടിയത്. ഇന്നാണ് അവന്റെ കണ്ണിറങ്ങണ്ട. അവന്റെ കണ്ണിലേക്ക് നോക്ക്, കണ്ണിറങ്ങണ്ട. ജാഫ്രിക്ക ഇന്നല്ല എല്ലാ എപ്പിസോഡിലും പാടാറുണ്ട്. ഇന്ന് പക്ഷെ ഇതുവരെ പാടിയിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. സൂപ്പർ. ശരിക്കും പ്ലാൻ ചെയ്ത് പാടിയെന്ന് പറഞ്ഞു സാർ. ജാഫ്രിക്ക വിശ്വസിക്കാൻ പറ്റില്ല. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എന്ത് പ്രശംസ? എന്ത് പ്രശംസ? ശരി, ജാഫർക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ടീമിനായിട്ട്. ജാഫർക്ക് ഇങ്ങനെ ഞെട്ടിച്ചേന് സത്യം പറയുന്നത് ഇക്കൊക്കെ അഭിനന്ദിച്ചിട്ട് മതിയാവണ്ട. ഞാൻ പാടുമ്പോ ഇങ്ങനെ അപ്രീഷിയേഷൻ കിട്ടാറില്ല. കേരളത്തിൽ DJ നിരോധിച്ചു. അവർക്ക് അസൂയായിട്ടായിരിക്കും ഈ ബാസ്റ്റിന്റെ സൗണ്ട് കൊണ്ടാണ് ശ്രുതിപ്പെട്ടി പോലും സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചേർന്ന് മെഴുകുതിരി, അരി, പൊടി, പത്തിരി. എന്തായാലും ടീം ഇന്ന് ബ്ലസ്റ്റ് എന്താ പറയാ നല്ലൊരു ദിവസം. ജാഫ്രിക്കയുടെ വക ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഭയങ്കര ശുദ്ധമായിട്ട് ടെമ്പോയിൽ എന്ത് രസമായിട്ട് പാടി. അപ്പൊ ഇനി ആഫ്രിക്കയുടെ വക ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആട്ടൊക്കെ കൊള്ളായിരുന്നു. അപ്പൊ ഇക്കടെ പേഴ്സിന്ന് ഇക്കറിയാതെ നമ്മൾ സാധനം ചൂണ്ടിയിട്ടുണ്ട്. ടെൻഷൻ അടിക്കണ്ട. അതിപ്പോ LED ഇക്കടെ സമ്മതമില്ലാണ്ട് ഇക്കടെ ആ ഗിഫ്റ്റ് LED പ്ലീസ്.
അങ്ങനെ എന്റെ മകൻ അപ്പൂസ് 40 ദിവസത്തെ വെക്കേഷന് വേണ്ടി ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് ഈ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ മകനെ ഞാൻ ഒരു അമ്മയില്ലാതെയാണ് വളർത്തിയത്. പക്ഷെ അതിന്റെ കുറവ് ഞാൻ അവനെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ അവരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കണം. എല്ലാരും കൂടെ നിങ്ങളെല്ലാരും കാരണം അവൻ ഒരു അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് എന്റെ പാവ അപ്പൂസ്. ആരാ മനസ്സിലായില്ല? എക്സ്ക്യൂസ് മീ, യെസ് മിസ്റ്റർ ബാലചന്ദ്രൻ. അതെ ഞാനാണ്. നിങ്ങളാരാണ്? ഞാൻ മീനാക്ഷിയാ. എന്തിനാ വന്നത്? അപ്പൂസിനെ കാണാൻ വന്നതാ. ഈ അടുക്കള വഴി നേരെ പോയിട്ട് മതിലിന്റെ സൈഡിലുണ്ട് എന്ത് കക്കൂസ്. നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പൊ പെമ്പിളറാണോ പ്ലംബിങ്ങിന് പഠിക്കുന്നത്? ഫ്ലഷും വർക്ക് ചെയ്യുന്നില്ല, 2 ടാപ്പും പൊട്ടിക്കിടപ്പുണ്ട്. ഞാൻ കക്കൂസാണ് വന്നതല്ല, പിന്നെ ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ. ഓ എന്റെ മകൻ അപ്പൂസ്. അവൻ ഒരു കുസൃതിയാണ്, കാരണം അവൻ അമ്മയില്ലാതെ വളർന്ന മോനാണ്. അതെ, അപ്പൂസിനെ നോക്കാൻ ഒരാളെ വേണമെന്ന് ഡാഡി പറഞ്ഞു. ആര് പറഞ്ഞു? ഡാഡി പറഞ്ഞു. ഈ ഡാഡി പറഞ്ഞു. എനിക്കങ്ങനെ ഡാഡി എന്ന് എന്നെ അങ്ങനെ വിളിക്കട്ടെ, എനിക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. അയ്യോ സാർ, അപ്പോ സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1912. അപ്പൊ പിന്നെ എന്തായാലും ഡാഡി എന്ന് വിളിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ അപ്പൂസിനെ വിളിക്കാം. അമ്മയില്ലാതെയാണ് വളർത്തിയത്, അപ്പൊ ഒരു കുറവ് ഉണ്ടാവരുത്, അവരെ സന്തോഷിപ്പിക്കണം. ഓക്കെ, അപ്പൂസിനെ വിളിക്കാം. അപ്പൂസേ. ഇതാണ് എന്റെ മോൻ അപ്പൂസ്. അപ്പൂസേ, ഒരു അമ്മയില്ലാതെ വളർന്ന എന്റെ മോനാണ്. അവരെ എല്ലാ കൂട്ടും നോയിക്കോട്ടെ. ഡാഡി, ഏതാ ഡാഡി ഈ ആന്റി? ഇത് മോനെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി വന്ന ഒരു ആന്റി. എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല കിണ്ണം കിടക്കാച്ചി, നല്ല എണ്ണം പറഞ്ഞതില് നല്ലൊരു സൂപ്പർ ആക്കായി. അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട്? തള്ളയില്ലാത്ത മോന്റെ മുമ്പ് കൊണ്ട് ഇറക്കിക്കുന്നുണ്ടോ വരുന്ന സൈഡ് വരാം. അപ്പൊ ഞാൻ ഇത് എവിടെ നിന്ന് ഞാൻ കണ്ണടച്ച് തരണം? ഇതിന് എവിടെ നിന്ന് ഞാൻ സൈഡ് തരണം? മോനെ നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി കൊച്ചു കലാപനം കൊണ്ട് ഇരുത്തിക്കുന്നില്ലേ? അപ്പൊ എനിക്ക് ഞാൻ അരിയാഹാരമാണ് കഴിക്കുന്നത്, അപ്പൊ എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് വിചാരം. അല്ല, മോനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ഡാഡി കൊണ്ടുവന്നതാണ്. മാല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത് ഇപ്പൊ എനിക്ക് തള്ളയില്ലാതെ ഉള്ളൂ, ഇനി എന്നെ തന്തേ കൂടെ ഇല്ലാതാക്കരുത്. ഒരു കാര്യം പറഞ്ഞുതരാം, ഏതായാലും വന്നല്ലേ, ഒരു നേരത്തെ ആഹാരം എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് തരാം. ആ സൈഡ് വരാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. അതിന് വലിയ ആയുസില്ല, ഞാൻ എറിഞ്ഞു കൊല്ലു അതിനെ. അതായത് ഇവൻ കോൺവെന്റിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഇവൻ ഭയങ്കര കുസൃതിയാണ്, ഇത് കൂടുന്നുണ്ട്. മോനെ പറഞ്ഞോട് നന്നായിട്ട് പഠിക്കും കേട്ടോ. മോനെ പഠിച്ച് പഠിച്ച് വലുതാവുമ്പോ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് എന്റെ ഡാഡിയെ പോലെ ആയ മതി ഡാഡി. മീനാക്ഷി കണ്ടില്ലേ എന്റെ മോന്റെ സ്നേഹം കണ്ടില്ലേ? അപ്പൊ അമ്മയില്ലാതെയാണ് വളർത്തിയത്. മോൻ എന്താണ് ഡാഡിയെ പോലെ തന്നെ ആവണമെന്ന് ഇത്ര ആഗ്രഹം? ഇത്രയും ബാക്കിയുള്ള ഒരു മനുഷ്യൻ ലോകത്ത് എവിടെ ഉണ്ട്? അതും സ്വന്തം മകന്റെ ഒത്താശയോടെ ഓരോന്നിനെ കൊണ്ടുകൂടെ ഇറക്കല്ലേ. അപ്പൊ എനിക്കും വളർന്നു വരുമ്പോ എനിക്കും ഒരു ആഗ്രഹം, ഇതുപോലെ ഡാഡിയെ പോലെ ആകണമെന്ന്. അതെ അതെ, ഒരു പ്രാക്ടീസും ആവുമല്ലോ. മോനെ ഡാഡി കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണിത്. എനിക്ക് ഗിഫ്റ്റ് വേണ്ട ഡാഡി, എനിക്ക് ഗിഫ്റ്റ് വേണ്ട. പിന്നെ മോൻ എന്ത് വേണം? എനിക്ക് എന്റെ മമ്മിയെ കണ്ടാൽ മതി ഡാഡി. നിന്റെ മമ്മിയെ കണ്ടോ കണ്ടോ?
എല്ലാരും പറയുന്നത് ശരി തന്നെയല്ലേ ഡാഡി? എന്താ പോലെ? അപ്പൊ എല്ലാരും പറയുന്നത് ശരി തന്നെയല്ലേ ഡാഡി? എന്ത് പറയുന്നത് പോലെ? ഞാൻ എന്റെ മമ്മിയെ പോലെയാണ് ഇരിക്കണെന്ന്. ഉരിച്ചു വെച്ച പോലെ ഇരിക്കണ്ട. എന്റെ അമ്മയെ ഉരിച്ചു വെച്ച പോലെ. ഫോട്ടോ സെറ്റ് എടുത്താൽ പോലും ഇത്ര ക്ലിയർ കിട്ടില്ല. എന്റെ കണ്ണിൽ കുരുവൊന്നുമില്ലല്ലോ. അതേ കിടക്കുകയല്ല, കിടക്കാച്ചി. എല്ലാരും പറയും ഡാഡി. എനിക്ക് ഇപ്പോഴപ്പോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡാഡി. അല്ലല്ലേ? അപ്പൊ മോന് മീനാക്ഷി ഇഷ്ടപ്പെട്ടോ? എനിക്ക് മീനാക്ഷിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ മീനാക്ഷിനെ വിളിക്കൂല ഞാൻ. പിന്നെ ഞാൻ മിന്നു എന്നേ വിളിക്കുള്ളൂ. അപ്പൊ അത്ര വിടുക്കലാണ്. അപ്പൊ മോന് മീനാക്ഷി ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. അപ്പൊ മോൻ ഇവിടെ കിണ്ണം കിടക്കാച്ചി. അപ്പൊ മോന് മീനാക്ഷി ഇഷ്ടപ്പെട്ടല്ലോ. എന്റെ സൈഡ് മോനെ രസിപ്പിക്കാൻ വേണ്ടി ഡാഡി കൊണ്ടുവന്നാണ്. അപ്പൊ മോൻ ഇവിടെ കളി. ഡാഡി മീനാക്ഷിയും കൂടെ ഓഫീസിൽ പോട്ടു വരുമ്പോ. ഹലോ ഓഫീസറെ, ഹലോ ഇനി ഒരു ഓഫീസറെ വരൂ. ഞാൻ നിങ്ങളെ മകനാണോ അതോ മാമയാണോ അത്? നിങ്ങൾക്ക് ഞാൻ സൈഡ് വരെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് തരാം. അപ്പൊ ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കഥവിന്റെ അവിടെ ഞാൻ കപ്പലിൽ നിന്നുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? മോനെ രസിപ്പിക്കാൻ വേണ്ടി പിന്നെ രസിപ്പിക്കാൻ വേണ്ടിയല്ലേ? നിനക്ക് സമ്മാനം കൊണ്ടുവന്നേട്ടാ മീനാക്ഷിയെ. അല്ല, എനിക്ക് സമ്മാനം വേണ്ട ഡാഡി. എനിക്ക് എന്റെ മമ്മിയെ കണ്ടാ മതി ഡാഡി. ഡാഡി എന്നെ പറ്റിച്ചു ഡാഡി. ഡാഡി ഒരിക്കലും അപ്പൂസിനെ പറ്റിക്കാൻ കഴിയില്ല. എന്നെ പറ്റിച്ചു ഡാഡി. ഡാഡിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഡാഡിക്ക് അതിന് കഴിയില്ല. എന്റെ അമ്മയാണ് മേഴ്സി, എന്റെ ഭാര്യയാണ് മേഴ്സി, എന്റെ മകളാണ് മേഴ്സി, എന്റെ എല്ലാമാണ്. വല്ലാത്ത വയ്യാതെ നിൽക്കാണ് കേട്ടോ. ഇത് സ്ലാപ്പും കെട്ടി ഇത് എവിടെ കയറി പോകണം. അല്ലോ, ഇവിടെ നല്ല സൗകര്യമുണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്, ഒരു പേങ്ങനായ ഒരു മോന്റെ സപ്പോർട്ടും ഉണ്ട്. പിന്നെ എന്തിനാണ് അങ്ങോട്ട് കയറി പോകണം? ഇവിടെ വന്ന് ഡയലോഗ് പറയാം. വികാരപരിതലായിട്ട് അങ്ങോട്ട് എന്നെ പറ്റിച്ചു ഡാഡി. മമ്മിയെ പോലെ അല്ല ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പറയുന്നത് പോലെ മമ്മി പോലെയാണ് ഇരിക്കുന്നത്. അല്ല, എന്നെ പോലെയാണ് മമ്മി ഇരിക്കുന്നത്. അടി അലുവ കണ്ടിച്ചാണ് ഇരിക്കുന്നത്. അയ്യോ ഡാഡി, എന്റെ തലവേദന എടുക്കുന്നു ഡാഡി. തലവേദന എടുക്കുന്നു. നിന്നെ കാണാൻ എനിക്കില്ല തലവേദന. അല്ല ഡാഡി, പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാമനുണ്ടല്ലേ, എന്റെ പേട്ട് തലയിട്ട് അടിച്ചു തന്നില്ലേ? എന്റെ തലവേദന എടുക്കുന്നു ഡാഡി. എന്നെ ആശുപത്രി കൊണ്ടുപോയി ഡാഡി. ഞാൻ ഇപ്പൊ ചാടി ഡാഡി. മീനാക്ഷി നമുക്ക് ഒരു കാര്യം ചെയ്യാം. അവര് വയ്യ ഇവിടെ കിടക്കെ, നമ്മൾ പോയി 2 ഡോക്ടറെ വിളിച്ചോണ്ടിരാം. അല്ല, യമ എന്നെ തന്തയില്ലാത്തവനാക്കും. ഹലോ, മോൻ ഇവിടെ ചാവാൻ കിടക്കുന്നത്. ഡോക്ടറെ വിളിക്കാൻ ഒറ്റയ്ക്ക് പോയപ്പോരെ എന്നെ അവളെ വിളിച്ചോണ്ട് വന്ന്. ഇത് മനസ്സിലായത്? ഇത് മനസ്സിലായ? എന്നെ ഇങ്ങനെ സ്കെൽറ്റൻ പോലെ നിർത്തിയിട്ട് സൈഡ് വാരം കയറി പോകാനുള്ള പരിപാടി അല്ല പോലെ. ഡാഡി കയറി കഴിയില്ല. ഡാഡി കയറി കഴിയില്ല. ഞാനിപ്പോ ചാകും ഡാഡി. ഞാനിപ്പോ ചാകും ഡാഡി. എനിക്ക് വയ്യ ഡാഡി. നിനക്കാ വയ്യാത്തത്, എനിക്കാ വയ്യാത്തത്. അതെ, ഇത് കണ്ടോണ്ടിരിക്കുന്നതൊക്കെ വയ്യാത്തത്. എനിക്ക് വയ്യ ഡാഡി. നിനക്ക് വയ്യ, അല്ലെങ്കിൽ പിന്നെ എന്റെ വാക്ക് കേട്ട് ഈ കോപ്പറായി കാണിക്കും ഡാഡി. എനിക്ക് എന്റെ മമ്മിയെ കാണണം ഡാഡി. കണ്ടിട്ട് മടുത്തില്ലടാ ഇതുവരെ. എനിക്ക് എന്റെ മമ്മിയെ കാണണം ഡാഡി. ആ VCP ഇല്ലാമാവുന്നില്ലല്ലോ. എന്നാ എന്റെ മണ്ട പുളക്കാൻ കാണുന്ന കാണും. ഡാഡി, എന്റെ മമ്മി എങ്ങനെ മരിച്ചതാ ഡാഡി? പറ ഡാഡി. അത് ഞാൻ പറയില്ല പോലെ. പറ ഡാഡി. അത് ഞാൻ പറയില്ല. പറ ഡാഡി. അത് ഞാൻ പറയില്ല. ആ സത്യം എന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞു കയറട്ടെ. അതാണ് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം. ഡയലോഗ് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്തിനു ജിത്തു ജോസഫ് എന്റെ വീട്ടിൽ കയറി പോണം? ഡാഡി, ഡാഡി മമ്മൂട്ടിയാ അതോ ജോർജ് കുട്ടിയാ? മമ്മൂട്ടി. പിന്നെ ഇത് പറ, എന്റെ മമ്മി എങ്ങനെയാണ് മരിച്ചത് ഡാഡി? അത് ഞാൻ പറയില്ല. പറ ഡാഡി. മോനെ, നിന്നെ പ്രസവിക്കാനായി മമ്മിയും കൂടി ഡാഡി ആശുപത്രിയിൽ പോയി. അവിടെ വെച്ച് നിന്നെ പ്രസവിച്ച ഉടനെ വാക്കല്ലാതെ അവള് നിന്റെ മുഖത്തോട്ടൊന്ന് നോക്കി 2 എക്കിളും വെട്ടി സ്പോട്ടി അറ്റാക്ക് വന്നു ചേർത്തു. നീ വിഷമിക്കണ്ട. നിന്റെ മുഖം കണ്ട ഡോക്ടർ 2 നഴ്സും ചത്ത. എന്റെ കേസ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നു.
അല്ല അത് പോട്ടെ, ഇത്രയും വർഷം ഡാഡി എങ്ങനെ എന്നെ കണ്ടോണ്ടിരുന്നു? ഇത് നീ എന്തെന്നും പറഞ്ഞിരിക്കുകയാണ്? കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ് അല്ല, ഇത് മറ്റേ വെൽഡിംഗ് മസാപ്പിക്കുന്ന കണ്ണാടിയാണ്. മിന്നലടിച്ചാൽ പോലും കാണത്തില്ല. നിന്നൊരു അശരീരിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇതില്ല ഇതുവരെ കണ്ടിട്ടില്ല. ഡാഡി ഓടാ വാടി. നിന്റെ ക്ലൈമാക്സ് ചെയ്തിട്ട് പോകും. ക്ലൈമാക്സ് ഇവിടെ ഇല്ല. ക്ലൈമാക്സ് മണിയുടെ ജംഗ്ഷനിൽ. ക്ലൈമാക്സ് അല്ല ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായം കുടിച്ച് ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് വരാം. വാ, വാ. പിന്നെ ദോഷം പറയും കേട്ടാ. അല്ല കിണ്ണം കിടുക്കാച്ചി. അടിപൊളി അടിപൊളി. ക്ലൈമാക്സിനുള്ളിലെ ക്ലൈമാക്സ്. ജാഫർക്ക എങ്ങനെയുണ്ടായിരുന്നു? ആന്റി ക്ലൈമാക്സും നല്ല അടിപൊളി. നന്നായിട്ടല്ലേ ചെയ്തേ. വരും വരും. എടാ പിന്നെ തങ്കച്ച സാധാരണ പാന്റും ഷർട്ടും ഇട്ട പോലെയാണോ നോക്കി. ഇതൊരു കൊച്ചു ചെറുക്കം പോലെ തന്നെ വന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നും മെച്ചമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ആൻഡ് നല്ല കാസ്റ്റിംഗ് ആയിരുന്നു, അതും പറയണം. എല്ലാവരുടെ ലുക്ക് ആൻഡ് ഫീൽ വെച്ചിട്ടായിരുന്നു എല്ലാവരെയും കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ടാണ് തങ്കു മീശ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോടൊരു നീതി പുലർത്തുക എന്നതാണ്. അടിപൊളി. അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലേ നല്ലൊരു ഔട്ട്. തീർച്ചയായിട്ടും അഖിലേട്ടനെ എപ്പോഴും ലാലേട്ടനായിട്ടാ കാണാറ്. ബട്ട് മമ്മൂക്ക വേഷത്തിൽ അടിപൊളിയായിരുന്നു. ദെൻ ഡയന ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ. ശരിക്കും ഇവിടുത്തെ കാസ്റ്റിംഗ് ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ. ആലിസിന്റെ ആ ഒരു പോർഷൻ ഭയങ്കര ക്യൂട്ട് ആൻഡ് വെരി എക്സ്പ്രസീവ്. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും കളി, ചിരി, ഭക്തി എല്ലാം നിറഞ്ഞിട്ടുള്ള, തമാശ എല്ലാം നിറഞ്ഞിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പെട്ടെന്ന് സമയം പോയ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അവിടെ ഇരുന്ന് മറുപടി പറയണ്ടാവും അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ജാഫർക്കൊക്കെ ഒരിക്കൽ കൂടെ ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം KLF Nirmal Star Magic. Tata bye bye. Good night.